ബസ്സിനകത്ത് നോക്കേ. രണ്ട് ബസ് അടുപ്പിച്ച് പോയി, രണ്ടിലും നിറച്ച ആള്, നിറച്ച ആൾക്കാർ. ഈ ബസ്സിനകത്ത് എത്ര പേരുണ്ട്? അതിനകത്ത് ആളില്ല. ആ പോയ ബസ്സിനകത്ത് ആളില്ല. KSRTC ബസ് തുടങ്ങുന്നുണ്ടോ? അത് ഫ്രീ ആണ്. ആള് കുറവാണ്. ഭയങ്കര ആള് കുറവാണ്. പക്ഷെ നിങ്ങൾ KSRTC കണ്ടോ? KSRTC അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. പ്രിയദർശിനി എന്ന ബസ് ഇപ്പം KSRTC പേര് മാറി. കാരണം ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്ത്, ഇടയ്ക്ക് ഒരു ഫാസ്റ്റ് മാത്രമേ പോയുള്ളൂ. ബാക്കിയെല്ലാം ഈ പ്രിയദർശിനി ബസ്സാണ് പോയേക്കുന്നത്. സൗജന്യ യാത്ര ബസ്സാണ് പോയേക്കുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇന്നത്തെ ട്രിപ്പ്? കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു. എന്നാലും പരിതാപകരം. സ്ത്രീകൾ കയറുന്നുണ്ടോ? സ്ത്രീകൾ അത്യാവശ്യം കയറുന്നുണ്ട്. പിന്നെ മാറി നിന്ന് യാത്ര പുറപ്പെടാൻ തയ്യാറാണ്. അല്ല, ഇന്ന് പ്രിയദർശിനി ബസ് ഇറങ്ങിയിട്ടുണ്ട് ഇന്നോട്ടെ. അതിൻ്റെതായ തിരക്ക് കുറവുണ്ടോ ഇല്ലെന്നാണ് ചോദിച്ചു വരുന്നത്. സ്ത്രീകൾക്കെല്ലാം ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം കൊല്ലം തൊട്ട് പുനലൂർ വരെയുള്ള റൂട്ട് അറിയില്ല, കൊല്ലം തെങ്കാശ്ശേരി റൂട്ട്. ആ റൂട്ടിൽ ഞാൻ കുറച്ച് യാത്ര ചെയ്യാൻ പോവാ. എന്തിനാ അറിയോ? എത്ര ബസ് ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ എത്ര ബസ് കടന്നു പോകുന്നു, എത്ര പ്രൈവറ്റ് ബസ് പോകുന്നു, ജസ്റ്റ് ഇത് കണ്ട് മനസ്സിലാക്കാം. പ്രൈവറ്റ് ബസ്സുകളുടെ പള്ളക്കടിക്കുന്ന ഒരു പണി തന്നെയാണ് ഞാൻ പറയാം. കാരണം ചെന്ന് കാണുമ്പോൾ തന്നെ അറിയും. വാലവല രാവിലെ ഞാൻ ജസ്റ്റ് കൊല്ലം വരെ പോയി, വാലവാലായിട്ട് KSRTC ബസ് പോകുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ കഷ്ടം പ്രൈവറ്റ് ബസ്സുകാരും യാത്ര ചെയ്യുന്നുണ്ട്. അന്നേരം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്നും അല്ല അവർക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം എന്താണോ ഈ യാത്രയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സത്യം പറഞ്ഞ സ്ത്രീകൾക്ക് വേണം. അത് നല്ല ജോലിയുള്ള ഒറ്റയ്ക്ക് ആൾക്കാരൊക്കെ ഉണ്ട്, ലക്ഷങ്ങളൊക്കെ ശമ്പളം മേടിക്കുന്നവരുണ്ട്. അവർക്കും ഫ്രീ കൊടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. സാധാരണക്കാരുണ്ട്, പിന്നെ ആണുങ്ങളിൽ തന്നെ സാധാരണക്കാരുണ്ട്. കാരണം അന്നന്ന് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്ന ആൾക്കാർ, അവർക്കൊക്കെ അല്ലേ കൊടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വാരിക്കൂരി കൊടുത്തിരിക്കുവാണ്. സ്ത്രീകൾക്ക് ഇനി കേരളം മുഴുവൻ കറയും കൂടെ ഇന്നലെ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ അരമണിക്കൂറിൽ എത്ര ബസ് കടന്നു പോകുന്നു എന്നുള്ളത് ഇപ്പം കണ്ട് മനസ്സിലാക്കാം. ഇത് കൊല്ലം സാരഥി ജംഗ്ഷൻ ആണോ? സാരഥി ജംഗ്ഷനിൽ നിന്ന് ചിന്നക്കടയിലേക്ക് ഏകദേശം 7 കിലോമീറ്റർ. ആ 7 കിലോമീറ്റർ യാത്ര ചെയ്യാൻ എനിക്ക് എടുക്കുന്ന സമയം പറഞ്ഞപ്പോൾ അരമണിക്കൂറിനകത്തായിരിക്കും. ആ അരമണിക്കൂറിനകത്ത് എത്ര ബസ് നമുക്ക് ഇതിലൂടെ കടന്നു പോകുമെന്ന് കണ്ടു നോക്കാം. എന്നിട്ട് സാരഥി ജംഗ്ഷനിൽ സാരഥി ജംഗ്ഷനാണ്. സാരഥി ജംഗ്ഷനിൽ ഞങ്ങൾ ചിന്നക്കടയിലോട്ട് പോവുകയാണ്. ഒരു ബസ് ആദ്യം തന്നെ വരുന്നത് കണ്ടോണേ. അത് തൊട്ട് പിറകെ KSRTC ബസ്സുണ്ടേ, ഇല്ല പ്രൈവറ്റ് ബസ്സുണ്ടേ. പ്രിയദർശിനി നിറച്ച ആൾക്കാർ പോവുക. ഓക്കെ, പ്രിയദർശിനി നിറച്ച ആൾക്കാരാണ് ആ ബസ്സിൽ പോകുന്നത്. അടുത്ത പ്രൈവറ്റ് ബസ് പറ്റം തന്നെ കേട്ടോ. അതിൻ്റെ പിറകെ വേണ്ട അടുത്തൊരു ബസ്, അത് പ്രിയദർശിനി തന്നെയാണ്. അതെ, നമ്മൾ യാത്ര തുടങ്ങിയുള്ളു. അതിനുള്ളിൽ തന്നെ 2 ബസ്സും അതിനിടയ്ക്ക് ഒരു പ്രൈവറ്റ് ബസ്സും. അന്നേരം അവൻ്റെ അവസ്ഥ നോക്കിയൊന്ന്. അതിൽ ടിക്കറ്റ് എടുക്കണം, പൈസ കൊടുക്കണം. മറ്റേ രണ്ടിനും ടിക്കറ്റ് എടുക്കാം, പക്ഷെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം, പൈസ കൊടുക്കണ്ട. രാവിലെ ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ പോയപ്പോഴത്തേക്കും ഒരു കാഴ്ച ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? KSRTC നിൽക്കുവാണ്, പ്രൈവറ്റ് ബസ് അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ആ പ്രൈവറ്റ് ബസ്സുകാരൻ വണ്ടി നിർത്തിയിട്ട് ആൾക്കാരെ വിളിക്കുക, വന്ന് ഇതിൽ കയറ്, ആരെ ചെറുക്കന്മാരെ വിളിക്കുക. നല്ല രസമായിരുന്നു, അത് കോമഡി ആയിരുന്നു. പക്ഷേ അവരെല്ലാം ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് കയറിപ്പോയി കേട്ടോ, കാരണം ഫ്രീ അല്ലേ. പക്ഷേ ഒരു അരമണിക്കൂറിട്ട് ഒരു 1-2 വണ്ടിക്ക് കൊടുക്കാം. എന്ന് വെച്ചാൽ എല്ലാ വണ്ടിക്കും കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചു വരുന്നത്. ഓട്ടോക്കാർക്ക് അടിയാവും, പല ആൾക്കാർക്കും. ഞാൻ അത് പറയാതിരിക്കുകയായിരുന്നു. ഓട്ടോക്കാരൊക്കെ ഈ ബസ്സിൽ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചില ലേഡീസ് ഉണ്ടല്ലോ, ബസ് കിട്ടാതെ വരുമ്പോഴേ അവര് എന്താ പറയുന്നത്, ഓട്ടോയിലൊക്കെ പോകും. പക്ഷെ ഇനിയിപ്പോൾ അത് ഭയങ്കര റയറായിരിക്കും, കാരണം അവർ ബസ്സിലേ പോകും. ഒരു 500-600 മീറ്ററിനകത്ത് ഇപ്പോൾ 3ാമത്തെ ബസ്സാണ് കാണുന്നത്. 600 മീറ്ററിനകത്ത് അല്ല, നാലാമത്തെ. ഇത് 4ാമത്തെ. ആദ്യം 2 പ്രൈവറ്റ് 2 KSRTC. ഇപ്പം കൊല്ലം കരിക്കോട് ആണ് വന്നിരിക്കുന്നത്. കരിക്കോട് സാരഥി ജംഗ്ഷനിലോട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ചെറിയ പനിയുണ്ട്, അതിൻ്റെതായ സമയമുണ്ട്. പക്ഷേ ആ KSRTC ബസ് കറക്റ്റ് ആൾക്കാരുണ്ടായിരുന്നേ. അടുത്ത പ്രൈവറ്റ് ബസ് അതിനകത്ത് ആളുണ്ടോ ഇല്ലെന്ന് നോക്കാൻ.
ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങളും ഉണ്ട്. പെണ്ണുങ്ങളും ഉണ്ട്. ചിലവർക്ക് സമയം ഒരു പ്രശ്നമാണല്ലോ. എന്നാലും പ്രൈവറ്റ് ബസ്സിൽ മാത്രം യാത്ര ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. കാരണം അവർക്ക് അതിൽ യാത്ര ചെയ്താലേ മനസ്സുഖം ഉണ്ടാകും. ചോറുണ്ടാലേ വയറ് നിറയുള്ളൂ എന്ന് പറയുന്നത് പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്താൽ മാത്രമേ മനസ്സിലറിയുന്ന ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, അത് എന്താ പറയുന്നത്, അടുത്ത ബസ് വരുന്നത് അത് KSRTC ആണോ? അത് പുതിയ ബസ്സാണ്. അതിനകത്ത് ഫ്രീ ആണ്. നമ്മളിപ്പം കണ്ട നാല് ബസ് ഉണ്ടില്ലേ? 3 ബസ്സോ? 3 ഇല്ലേ? 4 തോന്നുന്നു. ആ 4 ബസ്സും ഫ്രീ ആണ് യാത്ര. അതൊരു 10 മിനിറ്റിനകത്തുള്ള സംഭവമാണേ. പ്രൈവറ്റ് ബസ് ആളുണ്ടോ? അത്യാവശ്യം തിരക്കുണ്ട്. പെണ്ണുങ്ങളും ഉണ്ട്, ആണുങ്ങളാണ് കൂടുതലും. ആളുകളാണ് കൂടുതലല്ലേ? നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്ന 2-3 വണ്ടിക്ക് വളരെ ആൾക്കാർ കുറവാണ്. പക്ഷേ ട്രാൻസ്പോർട്ട് ബസ്സിന് ആൾക്കാർ നിന്നും നെരുങ്ങിയ യാത്ര ചെയ്യുന്നത്, സ്ത്രീകൾ ഉൾപ്പെടെ. എനിക്ക് ആൾക്കാർ സ്ത്രീകൾ കയറുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ എന്തായിരിക്കാം. പ്രൈവറ്റ് ബസ്സിൻ്റെ ആൾ കുറവാണ്, പൊതുവെ ആൾ കുറവാണ്. നമുക്ക് നോക്കാം. പക്ഷെ ഇപ്പം പോയ ബസ്സിനകത്ത് അത്യാവശ്യം നിന്ന് ആൾക്കാർ പോകുന്നുണ്ടല്ലേ? ആ ഒരു പ്രൈവറ്റ് ബസ് അവിടെ കിടക്കുന്നു. അതിനകത്ത് നിന്ന് പോകാനുള്ള ആളുണ്ടോയെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. ഇല്ലല്ല, എല്ലാവരും ഇരുന്ന് അല്ലേ, പല സ്ഥലങ്ങളിൽ സീറ്റ് ആളില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ പ്രൈവറ്റ് ബസ്സിൽ പെണ്ണുങ്ങൾ കയറാഴികയൊന്നുമില്ല കേട്ടോ. അതിലും സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട് അല്ലേ? കുറച്ച് ആൾക്കാർ, അങ്ങനെ അതിനുവേണ്ടി ആൾക്കാരില്ല. പക്ഷേ ആ പോയ ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് നല്ല ആളുണ്ടായിരുന്നു. രാവിലെ ഒരു വണ്ടി അലങ്കരിച്ചൊക്കെ പോകുന്നതൊക്കെ കണ്ടായിരുന്നു. അതിനകത്ത് നല്ല ആളായിരുന്നു. ഇവിടുത്തെ യാത്രാ ക്ലേശം ഇതാണ് കേട്ടോ. യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോഡിന് വീതി കുറവാണ്. ഈ ബസ്സിനകത്ത് നോക്കേ, രണ്ട് ബസ് അടുപ്പിച്ച് പോയി 2-ൽ നിറച്ച ആള്, നിറച്ച ആൾക്കാർ. ആ സ്ഥാനത്ത് പ്രൈവറ്റ് ബസ്സിനകത്ത് ആളില്ല കേട്ടോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് അവരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ആയിരിക്കാം. സത്യം പറഞ്ഞാൽ ഓട്ടോറിക്ഷയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട്. നമ്മളൊരു 3 കിലോമീറ്റർ യാത്ര ചെയ്തില്ല, 2-2.5 കിലോമീറ്റർ. അതിനിടയ്ക്ക് തന്നെ ഒരു 5-6 ബസ്സോളം ഇപ്പോൾ ട്രാൻസ്പോർട്ട് പോയി. ഈ 6-ലും നിറച്ച ആളുണ്ട്. പക്ഷേ പ്രൈവറ്റ് ബസ്സിനകത്ത് ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ. ചില ബസ്സിൽ നിന്നും സീറ്റ് ഒരുപാട് ഒഴിഞ്ഞ് കിടക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അടുത്തൊരു പ്രൈവറ്റ് ബസ് വരുന്നുണ്ട്. അതിനകത്ത് ആളുണ്ടോ ഇല്ലെന്ന് അറിയാൻ വയ്യ. അതിൽ ആളുണ്ട് കേട്ടോ. സ്ത്രീകളെക്കാട്ടും കൂടുതൽ പുരുഷന്മാരാണ്. ഇന്നൊന്നും ആൾക്കാർ പോകാനില്ല. കൊല്ലം സാരഥി ജംഗ്ഷൻ തൊട്ട് ചിന്നക്കട വരെയുള്ള ഏകദേശം ഒരു 7 കിലോമീറ്ററിനകത്ത്, 7 കിലോമീറ്റർ ഇല്ല, ആ കിലോമീറ്ററിനകത്ത് എത്ര ട്രാൻസ്പോർട്ട് ബസ്, KSRTC ബസ് പോകുന്നു, എത്ര ബസ് ഫ്രീ ഉണ്ട്, എല്ലാം. ഇതൊക്കെ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റും ഫ്രീ തന്നെയാണ്. സൂപ്പർ ഫാസ്റ്റ് ഒന്നും അധികം പോയിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ട്. ഇപ്പോൾ ഉച്ച സമയം ഏകദേശം 12 മണി കഴിഞ്ഞ്, രാവിലെ ആണെങ്കിൽ ശരിക്കും ബസ്സുണ്ട് കേട്ടോ. പക്ഷെ ആ സമയത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് അന്നേരമാണ് തോന്നി ഒരു വീഡിയോ എടുത്തിടാം എന്ന് തോന്നി. അങ്ങനെയാണ് ഈ യാത്ര തുടങ്ങിയത്. KSRTC ബസ്സുകാരൊക്കെ കൈയിട്ട് അവർക്ക് ചിരിയുണ്ട് കേട്ടോ. ഒരു ബസ്സിന് ചിലപ്പോൾ 5 ലക്ഷം 6 ലക്ഷം കളക്ഷൻ കാണും ഒരു ദിവസം. ആ സാധനത്തിൽ 2 ലക്ഷം 2.5 ലക്ഷം ഒക്കെ കാണത്തുള്ളൂ ഈ കളക്ഷൻ. അല്ലേ? 2 കൂട്ടർക്കും നഷ്ടം തന്നെയാണ് കേട്ടോ. പ്രൈവറ്റ് ബസ്സിന് നഷ്ടം തന്നെ, KSRTC നഷ്ടം തന്നെയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ. അഭിപ്രായത്തില് സ്ത്രീകൾക്ക് ഫ്രീ സർവീസ് കൊടുക്കാതെ അവർക്ക് ആ ഒരു ടിക്കറ്റിന്റെ നിരക്ക്, ആ ഒരു എമൗണ്ട് കുറച്ച് കൊടുക്കുമായിരുന്നു ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ? അങ്ങനെയാണോ?
ആൾക്കാരൊക്കെ ഉണ്ട്, ഈ ആണുങ്ങളൊക്കെ തന്നെ. അവർക്കൊന്നും ഫ്രീ ഇല്ല. പ്രായം ചെന്നവരുണ്ട്, അവർക്ക് ഫ്രീ ഇല്ല. നല്ല ആരോഗ്യമുള്ള ചിന്നപ്പോലുള്ളവർക്ക് ഫ്രീ ഉണ്ട്. നീ ഫ്രീ ബസ്സിൽ കയറൂ, നീ ഫ്രീ ബസ്സിൽ കയറൂ. കേറേണ്ടി വന്നാൽ കയറും. ഉറപ്പായിട്ടും നമ്മുടെ ഗവൺമെന്റ് തന്നൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, ഞാൻ യൂട്ടിലൈസ് ചെയ്യും. മാസം നല്ല രൂപ സേവ് ചെയ്യാൻ കേട്ടോ. 2000 രൂപയോളം ബസ്സിന് അല്ല 2000. ഞാനത് ചിന്തിച്ചായിരുന്നു. കാരണം ഞാൻ ജോലിക്ക് പോയ സമയത്ത് എനിക്കൊരു മാസം ഞാൻ പെട്രോൾ അടിച്ച് പോകുമ്പോൾ എനിക്ക് 1500 രൂപ ചിലവുണ്ട്. അപ്പം ഇത് നോക്കുമ്പോൾ ഞാൻ സാരഥി കൊണ്ട് വെച്ചിട്ട് പോയാലും എനിക്ക് ലാഭമാണ്. അതെ അതെ അതെ. അടുത്തൊരു പാസ്റ്റ് വരുന്നുണ്ട്, അതിനകത്ത് പിന്നെ പോരേണ്ട ആവശ്യമില്ല, അതിനകത്ത് ഇല്ലല്ലോ. എത്ര പ്രൈവറ്റ് ബസ്സാണ് എത്ര. അത് തെങ്കാശിക്ക് പോകുന്ന വണ്ടിയാണ്, പക്ഷേ അതിൽ സർവീസ് ഉണ്ടല്ലോ. പിന്നെ അതിനകത്ത് തീർച്ചയായും ഇത് നമ്മുടെ കുഴപ്പമില്ല അല്ലേ. ഒരു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൈവറ്റ് ബസ് നോക്കി കഴിഞ്ഞാൽ തിക്കും തിരക്കുമായിട്ട് ആൾക്കാർ നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ ഇന്ന് നിലവിൽ കടപ്പാക്കട ആയിട്ടില്ല കേട്ടോ. അതിനും 2,000 കുട്ടി ആയുള്ളൂ. അതിന് മുമ്പ് എത്ര പ്രൈവറ്റ് ബസ്സും എത്ര KSRTC ബസ്സും നമ്മൾ കണ്ടെന്നറിയാമോ? കേരളത്തിനൊരു മൂലയിൽ കിടക്കുന്ന ചെറിയൊരു സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ കുറച്ച് കിലോമീറ്ററിൽ മാത്രം, ഒരു 7 കിലോമീറ്റർ അകത്തുള്ള കാര്യമാണ് പറയുന്നത്. ഇന്നലെ കേരളം മുഴുവൻ എത്ര ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട് ഓടുന്നുണ്ട്, എത്ര പ്രൈവറ്റ് ബസ് ഓടുന്നുണ്ട്. അവരുടെയൊക്കെ ഉണ്ടാകുന്ന നഷ്ടം എന്ത് മാത്രമായിരിക്കും അല്ലേ. ഇതിനകത്ത് സ്ത്രീകളില്ലടാ, ആ പോയ ബസ്സിനകത്ത് സ്ത്രീകളില്ല. അടുത്തൊരു ബസ്സും ഒരു പുറകിലൊരു KSRTC വരുന്നുണ്ട്. അതിനകത്ത് സ്ത്രീകളില്ല, അതിനകത്ത് സ്ത്രീകളില്ലേ. ഈ വരുന്ന ബസ്സിനകത്ത് നോക്കണേ, നിറഞ്ഞായിരിക്കും. പ്രിയദർശിനി അല്ല, സ്ത്രീകളാ. ഫ്രണ്ട് മൊത്തം സ്ത്രീകളാ, ബാക്കി ആണുങ്ങൾ കുറവാണ്. ഫ്രണ്ട് നിറച്ച് സ്ത്രീകളാ പോയ ബസ്സിനകത്ത്. അതിന് മുമ്പ് പോയ പ്രൈവറ്റ് ബസ് ആളില്ല. പെട്ടെന്ന് ഇങ്ങനെ പോയാൽ നല്ല പണിയാവും. ഒന്നാമത് ഡീസലിനും പെട്രോളിനും എല്ലാം വില കൂടി കിടക്കുവാണ്. ഇപ്പം ഡീസലിനാണെങ്കിൽ 102 103 ആയിന്ന് തോന്നുന്നുണ്ടോ, 106 ഇത്രയും ഉണ്ടായിന്ന് തോന്നുന്നു. അത് വെച്ച് പഴയ ടിക്കറ്റ് നിരക്കും വെച്ച് ഈ വണ്ടി ഓടിച്ച് മുതലാക്കാൻ പറ്റുമോ? ഒരു ബസ്സിന് അങ്ങേറ്റം പോയാൽ ചിലപ്പം 5-6 കിലോമീറ്റർ റേഞ്ചുള്ളൂ മൈലേജ്. അത് വെച്ചിട്ട് ഇതെങ്ങനെ മുതലാക്കിയെടുക്കും? കൂടുതലും കൊല്ലം ചവറ റൂട്ടാണ്. ചവറ ഇത് കുണ്ട്ര ഇളമ്പുള്ളൂർ പോകുന്ന ബസ്സാണ് കൂടുതലുള്ളത്. പക്ഷേ KSRTC ഈ പറയുന്ന ഓർഡിനറി ബസ് ദീർഘദൂര സർവീസ് ഉള്ളതും ഉണ്ട് കേട്ടോ. ഈ വരുന്ന പ്രൈവറ്റ് ബസ്സിനകത്ത് ആളുണ്ടോ ഇല്ല നോക്കാൻ ഇല്ല, ആളില്ല. ശോകമാണ് അതിന്റെ അവസ്ഥ. പിന്നെ പിറകിൽ ട്രാൻസ്പോർട്ട് ബസ് കാണും കേട്ടോ, KSRTC. അതിനകത്ത് ഉറപ്പായിട്ട് ഇതോ വരുന്നുണ്ടോ. ഒരു പ്രൈവറ്റ് ബസ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പിറകെ ഒരു KSRTC ഉണ്ടായിരിക്കും. പക്ഷെ എനിക്ക് നേരത്തെ ഇങ്ങനെ തോന്നിയിട്ടില്ല. KSRTC ബസ് തുടങ്ങുന്നുണ്ടോ? അത് ഫ്രീ ആണ്. ബസ്സിൽ ആള് കുറവാണ്. പ്രൈവറ്റ് ബസ്സിൽ ഭയങ്കര ആള് കുറവാണ്. പക്ഷെ നിങ്ങൾ KSRTC ഉണ്ടോ? KSRTC അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. പ്രിയദർശിനി എന്ന ബസ് ഇപ്പം KSRTC പേര് മാറി. കാരണം ഞങ്ങൾ ഇത്രയും യാത്ര ചെയ്ത് ഇടയ്ക്ക് ഒരു ഫാസ്റ്റ് മാത്രമേ പോയുള്ളൂ. ബാക്കിയെല്ലാം ഈ പ്രിയദർശിനി ബസ്സാണ് പോയേക്കുന്നത്. സൗജന്യ യാത്ര ബസ്സാണ് പോയേക്കുന്നത്. ഇതിൽ തിരക്കേ ഇല്ല അത് തൊട്ട് പറയുന്ന ബസ്സുണ്ട്. ഇത് പ്രിയദർശിനിയാണ്. എല്ലാം പ്രിയദർശിനി കേട്ടോ. KSRTC പേര് മാറി, പ്രിയദർശിനി ബസ് എന്നാക്കണം കേട്ടോ. ആനവണ്ടി മാറി, ആനവണ്ടി പോയി. നമ്മൾ ആനവണ്ടി ഓർത്താൽ ഇത് സ്ത്രീകളെ സംബന്ധിച്ച് ശരിയാണ്, ബെനിഫിറ്റ് ആണ്. പക്ഷേ നമ്മൾ രണ്ട് ഭാഗവും നോക്കണമല്ലോ അല്ലേ. ഈ സ്ത്രീകൾക്കും പുരുഷനും ഈ ബസ്സിനകത്ത് എത്ര പേരുണ്ട്? അതിനകത്ത് ആളില്ല. ആ പോയ ബസ്സിനകത്ത് ആളില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാവും എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്യാമറയിൽ വീഡിയോ എടുക്കുന്നത്. അതെ, ഞങ്ങളൊരു DJ Active 6 എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റല്ല DJ Active 6 ആദ്യത്തെ വീഡിയോ ആണ്. എത്രമാത്രം ക്വാളിറ്റി ഉണ്ടാവുന്ന അറിയില്ല. ബട്ട് പോയ ബസ്സെല്ലാം പ്രൈവറ്റ് ബസ്സെല്ലാം നിരാശയാണ്. ഇവിടെ ഒരു പ്രൈവറ്റ് ബസ് കിടക്കുന്നു.
വേറെ ആൾക്കാർ കയറുന്നുണ്ട്, എന്നാലും സീറ്റ് ഒരുപാട് ഒഴിവുണ്ട് കേട്ടോ. അയ്യോ അധികം ആളില്ല. ഇടയ്ക്കും പഠിക്കും ഒക്കെ ഓരോരുത്തർ എഴുതാൻ കാണാം. അധികം ആൾക്ക് വളരെ കുറവാണ്. നമ്മൾ ചിന്നക്കര ആവാറായിരുന്നു. ഈ ഒരു 1 കിലോമീറ്ററോടെ കാണുള്ളൂ ചിന്നക്കരയ്ക്ക്. അതിനിടയ്ക്ക് നമ്മൾ എത്ര ബസ് കണ്ടത് പോയി എണ്ണിച്ചിട്ടപ്പെടുത്തണം വീട്ടിൽ പോയിട്ട്. നമ്മൾ വീഡിയോ കാണുന്നവരുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോക്ക് ലെങ്ത് കാണും, കാരണം ഈ പറഞ്ഞ 7 കിലോമീറ്റർ യാത്ര ഉണ്ടെങ്കിൽ അരമണിക്കൂർ അടുപ്പിച്ച് സമയം വേണം. ഞങ്ങൾ ഈ പറയുന്ന ഈ റൂട്ടിൽ കൂടെ പോകണം. വീതി വളരെ കുറവാണ്, നല്ല തിരക്കുള്ള റോഡാണ് ഈ പറഞ്ഞ കൊല്ലം തെങ്കാശി റൂട്ട്. ആ റൂട്ടിലെ സാരഥി ജംഗ്ഷൻ തൊട്ട് കൊല്ലം ചിന്നക്കട വരെയുള്ള യാത്രയ്ക്ക് അകത്തുള്ള എത്ര ബസ് പോയിട്ടുള്ള വീഡിയോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രൈവറ്റ് ബസ് എത്ര പോയി, KSRTC എത്ര പോയി. KSRTC ആണ് എനിക്ക് തോന്നുന്നു കൂടുതലും പോയേക്കെന്ന് തോന്നുന്നു. ഈക്വൽ അല്ലേ? കണ്ടതോ വെച്ചിട്ട് ഒരു KSRTC പോകുന്നുണ്ടെങ്കിൽ അതിന് പിന്നാലെ ഒരു പ്രൈവറ്റ് ബസ് പോകുന്നുണ്ട്. പ്രിയദർശിനി ഒന്ന് പോയി കഴിഞ്ഞാൽ അതിന്റെ പിറകെ പ്രൈവറ്റ് ബസ് ഒന്നും പോകും. പക്ഷെ പ്രിയദർശിനിക്കകത്ത് ആളുണ്ട്, പ്രൈവറ്റ് ബസ്സിനകത്ത് ആളില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ പണ്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല. നേരെ തിരിച്ചായിരുന്നു അല്ലേ? ദൂരെ യാത്രയ്ക്ക് മാത്രമേ ആൾക്കാർ KSRTC ആശ്രയിക്കാറുള്ളത്. ചെറിയ റൂട്ടൊക്കെ ഇങ്ങനെയുള്ള റൂട്ടൊക്കെ പ്രൈവറ്റ് ബസ് ആയിരുന്നു ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ കൊല്ലം ചിന്നക്കട സർക്കിളിനടുത്ത് എത്താറായി. ഇവിടെ വരെയുള്ള യാത്രാ വിശേഷമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ലൈക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത്തരം ചിന്നക്കട റൗണ്ടിലൂടെ കടന്ന് ഞങ്ങൾ വീട്ടിൽ പോകാൻ പോകുക. കട്ട് ചെയ്യണ്ടോ ചേട്ടാ? എങ്ങനെയുണ്ട് ഇന്നത്തെ ട്രിപ്പ്? കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു, എന്നാലും പരിതാപകരം. സ്ത്രീകൾ കയറുന്നുണ്ടോ? സ്ത്രീകൾ അത്യാവശ്യം കയറുന്നുണ്ട്. പിന്നെ മാറി നിന്ന് യാത്ര പുറപ്പെടാൻ തയ്യാറാണ്. അല്ല, ഇന്ന് പ്രിയദർശിനി ബസ് ഇറങ്ങിയിട്ടുണ്ട് ഇന്നോട്ടെ. അതിൻ്റെതായ തിരക്ക് കുറവുണ്ടോ ഇല്ലെന്നാണ് ചോദിച്ചു വരുന്നത്. തിരക്ക് അത്യാവശ്യം തിരക്ക് കുറവുണ്ട്. ഉണ്ടല്ലേ? കാരണം ഞാൻ വരുന്ന വഴിക്ക് KSRTC ബസ് നിറച്ച ആൾക്കാരാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബസ് കാണുമോ? നിങ്ങളുടെ ബസ്സിന് പറയും എന്നാലും ഒരു KSRTC ബസ് കാണാതിരിക്കും. തീർച്ചയായിട്ടും ഫോളോപ്പിംഗ് ഉണ്ടല്ലോ. പറയും കാണുമല്ലേ? പറയിലും കാണും, മുമ്പിലും കാണും. തീർച്ചയായിട്ടും. അന്നേരം അവസ്ഥ എന്താണ്? എന്തായാലും നമുക്ക് കിട്ടാനുള്ള നമുക്ക് കിട്ടും, അവർക്ക് കിട്ടാനുള്ള അവർക്ക് ഇറക്കിയിട്ട് കണ്ടറിയാം അങ്ങോട്ടുള്ള കാര്യം. താരതമ്യേന തീർച്ചയായിട്ടും ഇപ്പം എന്തായാലും സ്ത്രീകൾക്ക് ഇച്ചിരി കുരുട്ട് കുട്ടികളുള്ള കൂട്ടത്തിലാണ്. അവരെന്തായാലും തന്നെ മാക്സിമം കയറാൻ ശ്രമിക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആവില്ലേ ഒരു ബൾക്കായിട്ടുള്ള ഒരു ഇത് വരുന്നത്? സ്ഥിരം യാത്രക്കാർ വന്നുകൊണ്ടിരിക്കുന്നതിൽ നിന്നും ഒരു 10%. നിലവിലെ സ്കൂൾ കുട്ടികൾക്ക് എപ്പോൾ എത്ര കൺസ്ട്രക്ഷൻ 2 ഉണ്ട്, 1 ഉണ്ട്, ഒന്നുണ്ട്. ഇനി അതും ഇല്ലാതല്ലേ? ഇനിയിപ്പോ നിലവിൽ അതും കുറയും. കാരണം പിള്ളേരാണെങ്കിൽ ആ 1 രൂപയ്ക്ക് പിടിക്കാൻ നോക്കും. മിഠായി അടിച്ച് കഴിഞ്ഞിട്ട് ഒരു ട്രാൻസ്പോർട്ട് ബസ് കയറി പോകും. അല്ല, പ്രിയദർശിനി ബസ് ഇനി ആക്കാൻ പറ്റുമോ? അങ്ങനെയല്ലേ പറയാൻ പറ്റൂ? പിന്നെ ഈ റൂട്ടിൽ തന്നെ എത്ര ബസ് ഇപ്പം കടന്നു പോയെന്നറിയോ? ഞാൻ തന്നെ നോക്കിയപ്പോൾ. അതെ, ഇപ്പം പ്രൈവറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൂടെ സർക്കാർ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ട ഒരു രീതിയിലാണ്. നമ്മളെ കൂടെ ഒന്ന് പരിഗണിക്കണം, നമ്മളെ സിറ്റുവേഷൻ കൂടെ നോക്കുക. കാരണം ഡീസൽ വില കൂടുതലാണ്. അതെ, ഇപ്പം എത്ര നോക്കി? ഇപ്പം 100-ന് പുറത്ത് നിൽക്കുക, 110-ന് പുറത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. പിന്നെ ഓടുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിംഗ് അനുസരിച്ചാണ്. പ്രൈവറ്റ് ബസ്സുകാരെ കൂടെ ഒന്ന് സർക്കാർ പരിഗണിക്കണം എന്നാണ് ഒരു അഭ്യർത്ഥന. നമ്മളെ റൂട്ട് ഏതാ? ഇത് കരിക്കോട് കൊട്ടിയം. കരിക്കോട് കൊട്ടിയം. വരുന്ന വഴി മോശമാണല്ലോ. വരുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റിച്ചിറ വഴി ഇറങ്ങി മംഗലത്തേട അയത്തിൽ ചെന്നിട്ട് നേരെ മേവറത്ത് കൊട്ടിയം. ബൈപ്പാസ് അടച്ചിട്ടേക്കും, അതുകൊണ്ട് അതിലേ പോകാൻ പറ്റത്തില്ല. റോഡിന്റെ കാര്യം പരിതാപകരം. ഒരു 4 ദിവസത്തോളമായി മേവറത്ത് റോഡയുടെ ഭാഗങ്ങൾ പൊട്ടിക്കിടന്നിട്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ അവിടെ കുഴി വീഴുകയോ ഒന്നും മണ്ണപ്പിടിയോ ചെയ്യണം. ഈ ഗവൺമെന്റ് ഇടപെടണമെന്നുണ്ടെങ്കിൽ 4 ദിവസം കൊണ്ട് അത് പരിതാപകരമായി. യാത്രാ ദുരിതം എന്ന് പറഞ്ഞാൽ അത്യാവശ്യ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്ന ഒരു പൊതുജനങ്ങൾ. നമ്മളെ വണ്ടിയുടെ വീട് കുഴി വീഴുമോ? നമ്മളെ വണ്ടിയുടെ എന്നല്ല, എല്ലാ വാഹനത്തിൻ്റെയും ത്രൂ ഔട്ട് അത്യാവശ്യ വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഓടയിൽ ഇന്ന് ടയർ വീണ് ടയറിൽ അടിച്ച് കീറുക. പിന്നെ അല്ലാതെ തന്നെ ലോങ് ട്രാവൽ ചെയ്ത് വരുന്നവർക്കുള്ള വളരെ ബുദ്ധിമുട്ടാണ്. വണ്ടി കുഴിക്കാതെ വീഴുക. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് ചെയ്യാനുള്ളൊരു സർവീസ് റോഡാണ്. പക്ഷേ അത് ഗവനിക്കുന്നില്ല. അതുമില്ല, എന്താണെന്ന് അറിയത്തില്ല. അഭിപ്രായം കേട്ടല്ലേ? അതെ, ഇത് ഈ ഒരാളുടെ മാത്രമല്ല, എല്ലാ പ്രൈവറ്റ് ബസ്സുകാർക്കും ഇതേപോലെ ആയിരിക്കും പറയാനുണ്ടാവും. കാരണം അവരിപ്പോൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓൾറെഡി അവർ ടിക്കറ്റൊക്കെ ചാർജ് കുറവാണ്. അതിന്റെ കൂടത്തിൽ ആൾക്കാരും കൂടെ കയറാതെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പിന്നെ ഇതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവർമാരാണെങ്കിലും ഇനി കുറച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക്. ഓട്ടോ ഡ്രൈവേഴ്സിനും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ തീർച്ചയായിട്ടും, കാരണം പ്രൈവറ്റ് വാഹനങ്ങൾക്കെല്ലാം പരിമിതിയുണ്ട്. ഇതിന് നല്ലൊരു കാര്യമാണ്, ഗവൺമെന്റ് ചെയ്ത നല്ലൊരു കാര്യമാണ്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും അത് കണ്ടിന്യൂറ്റി ആയിട്ട് മുമ്പോട്ട് പോട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ പ്രൈവറ്റുകാരെയും
ഗവൺമെൻറ് ഒന്ന് പരിഗണിക്കണം, നമ്മളെ ഒന്ന് സഹായിക്കണം. കാരണം വെച്ചാൽ സിറ്റുവേഷൻ വളരെ പരിതാപകരമാണ്. നമ്മളും കൂടെ നിലനിൽപ്പ് ഉണ്ടെങ്കിലേ നിങ്ങൾക്കും നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു ഗവൺമെൻറ് തീർച്ചയായിട്ടും ഗതാഗത മന്ത്രി ഇതിനൊരു പരിഹാരം കാണും, നമ്മളെയൊക്കെ സഹായിക്കും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി വി ഡി സതീശന്. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് അജ്മീർ. അജ്മീർ. ഓക്കെ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.